ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തരിച്ചിട്ട് എടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിലേക്ക് ഒരു നുള്ളു ഉപ്പും അപ്പസോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തരിച്ചെടുക്കണം. 2 വട്ടം ഞാൻ തരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 എടുത്താലും മതി. എൻ്റെ അടുത്ത് ചെറിയ മുട്ടയാണ്, നാടൻ മുട്ടയാണ്. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തരിച്ച് വെച്ച ഗോതമ്പ് പൊടിയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ഞാൻ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പഞ്ചസാരയല്ല, ശർക്കരയാണ്. അത് 1.5 അച്ച് ശർക്കര ഉരുക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേയായിട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയാണ് കേട്ടോ ഞാൻ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ് 1.5 അച്ച് ശർക്കര. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ബാറ്റർ നന്നായിട്ട് തിക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക. പാലാണല്ലോ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചയും ചുവപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഐറ്റം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് അല്ലെങ്കിൽ നമ്മുടെ കപ്പ് കേക്കിൻ്റെ കടലാസ് കവർ ഉണ്ടാവുമല്ലോ, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേക്ക് ടിന്നിലാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 3/4 ഭാഗം ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 പാത്രത്തിൽ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ട് അതിലും കൂടെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു പാത്രം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ ഞാനിവിടെ 4 പാത്രത്തിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കഴിക്കാൻ പൊട്ടിപ്പോയിട്ടുണ്ട്, അതിൽ മാവ് തിങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മാവ് പൊങ്ങി വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് അടപ്പിൻ്റെ മുകളിലൊന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് പൊട്ടിപ്പോവാൻ ചാൻസ് വന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതിങ്ങനെ കാണാനും ഭംഗി തന്നെയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പാകത്തിനുള്ള മധുരമൊക്കെയാണ് കേട്ടോ. ശർക്കരയാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്
മധുരം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്